അപ്പം ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ഗെയിമിലെ ടാക്സി ഡ്രൈവറായിട്ടാണ് വന്നിരിക്കുന്നത്. ടാക്സി ഡ്രൈവറിൻ്റെ യൂണിഫോം ഒക്കെ നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് യൂണിഫോം ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാം. യൂണിഫോം ഒക്കെ ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മുടെ ടാക്സി എടുത്തിട്ടാണ് പോകേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ടാക്സി എടുക്കാൻ വേണ്ടി പോകാം കേട്ടോ. അപ്പോൾ നമ്മൾ ടാക്സി ഇത് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ടാക്സിയാണ് ഡ്രൈവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ ടാക്സി എടുത്തിട്ട് നമുക്ക് ഫസ്റ്റ് ലൊക്കേഷനിലോട്ട് പോകട്ടോ. അപ്പോൾ നമ്മൾ നേരെ ഫസ്റ്റ് ആയിട്ടുള്ളൊരു ലൊക്കേഷനിലോട്ട് നമ്മൾ പോവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നേരെ പോകട്ടും. മെല്ലെ 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 മെല്ലെ. അപ്പോൾ നമുക്കിത് ആദ്യത്തെ ആൾ നമ്മളെ ഫോൺ വിളിച്ചത് ഈ ഏച്ചിയാണ് കേട്ടോ. ഓക്കെ ഏച്ചി കയറിക്കോ. അടാ കയറി. എങ്ങോട്ടാ ചേച്ചി പോകണ്ടേ? നീ നേരെ മലപ്പുറം ബിൽഡിങ്ങിലോട്ട് വിട്ടോ. ഓക്കെ ഗീസ്, മലപ്പുറം ബിൽഡിങ്ങിലോട്ടേക്കാണ് വിടേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ മലപ്പുറം ബിൽഡിങ്ങിലോട്ടേക്ക് പോവാം. ഓക്കെ, നേരെ എടാ മെല്ലെ പോടാ ചേച്ചി, ഇത് സൂപ്പർ ഫാസ്റ്റ് ടാക്സിയാണ്. ഓക്കെ, അപ്പം ഗേസ് ഞാൻ ഏച്ചീനൊന്ന് വേഗം ലൊക്കേഷനിൽ എത്തിച്ചു കൊടുക്കട്ടെ കേട്ടോ. ഓക്കെ ഓക്കെ ഏച്ചി, ഇത് സൂപ്പർ ഫാസ്റ്റ് എക്സ്ചേഞ്ച് ടാക്സിയാണ്. നിങ്ങൾക്ക് ടാക്സി വേറെ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഇത് തരുന്നതാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് അതാണ് ചേച്ചിയുടെ വീട്. അപ്പം നമുക്ക് എന്തായാലും നേരെ ചേച്ചിയുടെ വീടിൻ്റെ അകത്തേക്ക് നമുക്ക് ചേച്ചീനെ ആക്കി കൊടുക്കട്ടെ. അപ്പം എന്തായാലും ഇവിടെ ആയിട്ടാണ് ചേച്ചിയുടെ വീട് വരും. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് അങ്ങോട്ട് കയറ്റി വെച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ചേച്ചി ഇതാണ് ചേച്ചിയുടെ വീട്. വീടെത്തി ഇറങ്ങിക്കോ. ഓക്കേടാ, എത്രയാണ് പൈസ? ചേച്ചി 1000. ഓക്കേടാ, എന്നാ പിടിച്ചോ. ഓക്കെ ഗൈസ്, നമുക്ക് പൈസ ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് നേരെ അടുത്ത ലൊക്കേഷനിലോട്ട് പോകട്ടോ. ഓക്കെ, ആരും വിളിക്കുന്നുണ്ടല്ലോ. ഹലോ, ഓടോ ഷിബു അല്ലേ? ആ, ഞാൻ ടാക്സി ഡ്രൈവറാണ്. അതെ, നീ വേഗം എൻ്റെ വീട്ടിലോട്ടൊന്ന് വേണം. എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. ഓക്കേട്ടാ, ഞാൻ വേഗം വരാം. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ പോകട്ടോ. ആ ചേട്ടൻ്റെ വീട്ടിലോട്ടാണ് പോകേണ്ടത്. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് നേരെ ചേട്ടൻ്റെ വീട്ടിലോട്ട് പോവാട്ടോ. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് നേരെ പോവാം. ഓക്കെ, നമ്മൾ പോവാണ്. ഓക്കെ 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 വളച്ച് ഡ്രിഫ്റ്റ് എടുത്തടിച്ചു. ഓക്കെ, അപ്പം എന്തായാലും അപ്പം ആ കാണുന്നതാണ് ചേട്ടൻ്റെ ഓഫീസ്. ഓഫീസിൽ പിക്ക് ചെയ്തിട്ട് ചേട്ടനെ ഒന്ന് വീട്ടിലാക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് എന്തായാലും നേരെ ചേട്ടനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവാം. ഓക്കെ, നേരെ വേഗം അതായത് ഇവിടെ ആയിട്ടാണ് ഓഫീസ് വരിക. ചേട്ടനോട് വേഗം ഒന്ന് എണീച്ച് വരാൻ പറയണം, അല്ലെങ്കിൽ ചേട്ടൻ ചേട്ടൻ നമ്മൾ പുറത്തെത്തിയെന്നൊക്കെ. അപ്പം എന്തായാലും ഹലോ ചേട്ടാ. എന്തോടോ? പുറത്തെത്തി, നിങ്ങൾ വരുന്നുണ്ടാ? ഓടാ, ഞാനിതാ ആ സൈഡിലുണ്ട്, നീ അങ്ങ് പോവാ. ഓക്കെ ഗൈസ്, ആ ചേട്ടൻ ആ സൈഡിലുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് എന്തായാലും ഈ സൈഡിലായിട്ട് ആയിരിക്കും ഉണ്ടാകുക. ഇവിടെയാണ് ഓഫീസിൻ്റെ എൻഡിങ് വരിക. ഓക്കെ, പിന്നെന്തിന്? ഓക്കെ ഏട്ടാ കയറിക്കോ. അപ്പോൾ ഈ ചേട്ടൻ കയറിയിട്ടുണ്ട്. ഓക്കെ, ഏട്ടൻ്റെ വീട് കുറച്ച് ചുറ്റി വളഞ്ഞ് പോകണം. ഓക്കെ, അപ്പം എന്തായാലും കുറേ നടക്കാനുണ്ട് ചേട്ടൻ്റെ വീട്. അപ്പം നമുക്ക് എന്തായാലും നേരെ കുറച്ചങ്ങാക്കി കൊടുക്കാമെന്നാണ് ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് എന്തായാലും നേരെ കുറച്ച് അവർ ഈ സൈഡിലിട്ടിട്ട് കയറ്റിയിട്ട്. ഓക്കെ ഏട്ടാ, നിങ്ങൾ ഇറങ്ങിയോ? ആടാ, എനിക്ക് വണ്ടി നിർത്തുന്നതിന് മുമ്പേ ഇറങ്ങുന്നൊരു ശീലമുണ്ട്. അത് ആപത്തായി പോകണ്ട. ഓക്കെ, എന്നാട്ടാ പൈസ നീങ്ങുക. ഓക്കെ ഏട്ടാ, പൈസ എടുത്തോ, 1000. ഓക്കേടാ, ഇന്നോ? ഓക്കെ ഗീസ്, നമ്മളങ്ങനെ ടാക്സി ഡ്രൈവറായിട്ട് കുറച്ച് പൈസ ഒക്കെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇനി കുറച്ചുകൂടെ ആളെ പിക്ക് ചെയ്യാൻ പോകാണ്ടുണ്ട്. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് നേരെ പിക്ക് ചെയ്യാൻ പോവാം. ഏട്ടാ, നിങ്ങളിന്നും വീട്ടിൽ കയറിയില്ലേ? എടാ, ഞാൻ കയറാൻ പോന്നോടാ. ഓക്കെ ഗീസ്, അപ്പോൾ നമുക്ക് എന്തായാലും നേരെ റെയിൽവേ സ്റ്റേഷനിൽ ഒരാൾ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഇവിടെ അടുത്ത് തന്നെ, അല്ല സോറി, എയർപോർട്ടിൽ ഒരുത്തന്നെ പിക്ക് ചെയ്യാൻ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഓ എൻ്റെ അള്ളിയോ, ആക്സിഡൻറ്റ്. എൻ്റെ അമ്മ, എൻ്റെ ബമ്പർ, അവൻ്റെയാണ് ബമ്പർ പോയി. ഓക്കെ, എൻ്റെ ബമ്പർ പോയി. എന്തായാലും നമുക്ക് നേരെ പെട്രോൾ അടിക്കുക. എന്നിട്ട് നേരെ എയർപോർട്ടിൽ പോകണോ? എന്ത് വേണടേ? നമുക്ക് നേരെ പെട്രോൾ അടിക്കുക.
എയർപോർട്ടിൽ പോകെ അത്രയാണുള്ളൂ. ഓക്കെ നമുക്ക് ഈ ഒരു സൈഡിലായിട്ടാണ് പോകേണ്ടത്. ഓക്കെ ഏട്ടാ പെട്രോൾ അടി 100. ഓക്കെ ഏട്ടാ പെട്രോളൊക്കെ അടിച്ചിട്ടുണ്ട്. കേസ് ഇന്നലെ വലിയ കാറ്റും മഴയൊക്കെ ആയതുകൊണ്ട് അവിടെ പോസ്റ്റൊക്കെ വീണ് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ എയർപോർട്ടിലേക്ക് പോവാം. എയർപോർട്ടിൽ കുറച്ചധികം ദൂരം പോകാനുണ്ട്. ഓക്കെ എയർപോർട്ട് എടി ഇവറ്റകൾക്ക് ഒന്ന് വേഗം പോക്കൂടെ. ഓക്കെ അപ്പം എയർപോർട്ടിലെ ബിൽഡിങ്ങിൽ വന്നിട്ട് അയാൾക്ക് റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് കൊണ്ടുപോകേണ്ടത്. ഓക്കെ അപ്പം എന്തായാലും നമുക്ക് നേരെ എയർപോർട്ടിലേക്ക് പോയേക്കാം. ഓക്കെ വേഗം പോ എയർപോർട്ടിൻ്റെ പുറത്ത് നിൽക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അപ്പം എന്തായാലും നമുക്ക് ഇത് ഏട്ടാ കയറിക്കോ. എടാ മോനെ റെയിൽവേ സ്റ്റേഷൻ. ഓക്കെ ഏട്ടാ അപ്പം നമുക്ക് എന്തായാലും നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോട്ടെ ഗീസ്. നേരെ വണ്ടി വളച്ചോ. റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഗീസ് നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകട്ടെ. അപ്പം നമുക്ക് റെയിൽവേ സ്റ്റേഷൻ. ഓക്കെ അപ്പം ഇതാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എത്താൻ പോകുന്നത്. ഇതുപോലെ കുറച്ചൊന്ന് വളഞ്ഞിട്ട് എത്തിയാൽ മതി കേട്ടോ. റെയിൽവേ സ്റ്റേഷനിൽ. എടാ നീ എന്താണോ കളിക്കുന്നത് ഏട്ടാ? അത് ചെറുങ്ങനൊന്ന് മുട്ടിയതുള്ളൂ മുട്ടൽ. ഓക്കെ എന്നാലും നമുക്ക് വേഗം പോകട്ടോ. ഓക്കെ അപ്പം എന്തായാലും ഇവിടെ എന്നെ ഈ വീട്ടിൽ ഇറക്കിക്കോ. ഈ വീടാ? ആടാ എനിക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോകണ്ട. ഓക്കെ എന്നാൽ നിങ്ങൾ ഇറങ്ങിക്കോട്ടാ. കടാ പൈസ ഇന്നാ. ഓക്കെ അപ്പോൾ കേസ് ഇന്നത്തെ വീട്ടിൽ അത്രേ ഉള്ളൂ. ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ് കൂടെ ചെയ്തിരിക്കുക. അപ്പം അടുത്ത വീഡിയോ കാണുന്ന എല്ലാവർക്കും ബൈ.